തെരഞ്ഞെടുപ്പ് കാലത്ത് ജി സുധാകരന്റെ വിടപറച്ചിൽ അദ്ദേഹം പാർട്ടിയോട് വിട പറഞ്ഞ് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടല്ല അവർ കാണുന്നത്. അമ്പലപ്പുഴയിൽ വലിയ തരത്തിലുള്ളൊരു മത്സരം സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് CPM മുന്നിൽ കാണുന്നുണ്ട്. ഫൈസൽ അസീസ് ചേരുകയാണ് വിവരങ്ങളുമായി. ഫൈസൽ, ഇപ്പോൾ അവിടെ VS-ന്റെ വസതിയിൽ നിന്ന് വീട്ടിൽ നിന്ന് നേരെ തുടങ്ങി നേരെ പുന്നപ്രയിലേക്കാണ് പോകുന്നത്. എത്ര ദൂരമുണ്ട് ഈ ഒരു യാത്ര? ഏതാണ്ട് എത്ര സമയത്തോടു കൂടി ആയിരിക്കും അവിടെ എത്തുക? ഏതൊക്കെ നേതാക്കൾ അവിടെ ഇന്ന് സംസാരിക്കും? എന്തായിരിക്കും ജി സുധാകരനെതിരെയുള്ള പാർട്ടിയുടെ ഒരു ടോൺ? മഹേഷ്, ഇപ്പോൾ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വീടിന് സമീപത്ത് നിന്നാണ് വീടിന് സമീപത്ത് നിന്നാണ് ഇത്തരത്തിൽ റാലി ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഇനി ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം 300-400 മീറ്റർ മാത്രമാണ് ഈ പൊതുസമ്മേളനം നടക്കുന്ന. അഞ്ചരയോടുകൂടി തന്നെ ആ വേദിക്ക് സമീപം ആ വേദിയിലെത്തും. അവിടെ വെച്ചാണ് പൊതുസമ്മേളനം. അവിടെ ജില്ലാ നേതാക്കളൊക്കെ തന്നെ സംസാരിക്കും. അതായത് 100 കണക്കിന് പ്രവർത്തകരാണ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. വർഗവഞ്ചകന് മാപ്പില്ല CPIM എന്ന ബാനർ എഴുതിക്കൊണ്ട് ഒരു ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നത്. ഏകദേശം 200 മീറ്റർ മാത്രമാണ് ഈ ഒരു റാലിക്ക് സമീപത്തെ ഈ ഒരു പൊതുവേദിയിലേക്ക് ഉള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. 100 കണക്കിന് പ്രവർത്തകർ അമ്പലപ്പുഴയുടെ ശക്തി കാണിച്ചുകൊണ്ട് അമ്പലപ്പുഴയുടെ ജി സുധാകരന് എതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് ഈ അമ്പലപ്പുഴയിൽ അല്ലെങ്കിൽ ആലപ്പുഴയിലെ CPM-ന്റെ ശക്തി പ്രകടനം തന്നെയാണ് ഈ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയും ജനങ്ങളാണ്, അത്രയും പ്രവർത്തകരാണ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജി സുധാകരനെതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ജി സുധാകരനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തന്നെയാണ്, വർഗവഞ്ചകൻ മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ശക്തി പ്രകടനം നടത്തുന്നത്. ആലപ്പുഴയുടെ CPM-ന്റെ ശക്തി എന്താണെന്നുള്ളത് ഈ ഒരു റാലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും പ്രകടനത്തിൽ ഇപ്പോൾ ഏതാനും മീറ്ററുകൾ കൂടി നടന്നാൽ ആ ഒരു പൊതുസമ്മേളന വേദിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, ഇത് ഈ വിശദീകരണ യോഗത്തിൽ ഇന്ന് ഏതൊക്കെ നേതാക്കളാണ് പങ്കെടുക്കുന്നത്? പ്രാദേശിക നേതാക്കൾ മാത്രമാണോ, ജില്ലാ നേതാക്കൾ മാത്രമാണോ, അതല്ല സംസ്ഥാന തലത്തിലുള്ള നേതാക്കൾ ആരെങ്കിലും അവിടെ ഇന്ന് സംസാരിക്കാൻ എത്തുന്നുണ്ടോ? ജില്ലാ നേതാക്കൾ മാത്രമാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതായത് ജില്ലാ സെക്രട്ടറി R നാസർ, അതുപോലെ അമ്പലപ്പുഴ MLA സലാം ഉൾപ്പെടെയുള്ളവർ മാത്രമാണ് ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത്, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മറ്റ് നേതാക്കളോ സംസ്ഥാന നേതാക്കളോ ഒന്നും പങ്കെടുക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു പൊതുസമ്മേളനം നടക്കുന്ന വേദിക്കരികിലേക്ക് ഈ ഒരു റാലി എത്തും. അവിടെ വെച്ച് ഗംഭീര പൊതുസമ്മേളനമായിരിക്കും ഉണ്ടാവുക. എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അതായത് ആർക്കെതിരെയായിരിക്കും പറയാൻ പോകുന്നത്, എന്തൊക്കെ രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത് എന്നത്തെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായ നിർദ്ദേശമുണ്ട് ജി സുധാകരനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മയത്തിലായിരിക്കും ഇപ്പോൾ ജി സുധാകരൻ ഒരു മറുപടി എന്ന രീതിയിൽ സംസാരിക്കുക. എങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുദ്രാവാക്യം പോലും വളരെ മയത്തിലുള്ള ഒരു മുദ്രാവാക്യം. ജി സുധാകരനെ പ്രകോപിപ്പിക്കരുത്, പക്ഷെ അദ്ദേഹത്തിനെതിരെ കാര്യങ്ങൾ പറയുകയും വേണം. അപ്പോൾ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അതും കൂടി ഒരു കടമ്പയാണ്. പ്രകോപിപ്പിക്കാതെ ജി സുധാകരനെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും അവരുടെ പ്രസംഗം എന്നാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. തീർച്ചയായും ജി സുധാകരനെതിരെയുള്ള ഒരു പ്രതിരോധം തീർക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും പ്രസംഗം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞതുപോലെ, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനിച്ചതുപോലെ ജി സുധാകരനെതിരെ ബ്രാഞ്ച് തലത്തിൽ ഉൾപ്പെടെ പ്രതിരോധം തീർക്കുക എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല. പകരം ആലപ്പുഴയിലെ CPM-ന്റെ ശക്തി കാണിച്ചു കൊടുക്കുക എന്ന രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങളുണ്ടാവും. അതുപോലെ മാത്രമല്ല, ജി സുധാകരനെതിരെയുള്ള പ്രതിരോധം തീർക്കൽ കൂടിയായിരിക്കും ഈ ഒരു പ്രസംഗങ്ങളൊക്കെ അത് തന്നെയായിരിക്കും ഉണ്ടാവുകയുമായി. ഓക്കെ, എന്തായാലും CPM-ന്റെ വിശദീകരണ യോഗത്തിലേക്കുള്ള റാലി VS-ന്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ച് അത് നേരെ പുന്നപ്രയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. എന്തായാലും റാലി പുന്നപ്രയിലെത്തുമ്പോൾ ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരികെ എത്താം.
ഈ സുധാകരനെതിരെ ആലപ്പുഴയിലെ CPM-ന്റെ പ്രവർത്തകരും നേതാക്കളും മുദ്രാവാക്യം വിളിച്ച് നേരെ നീങ്ങുകയാണ്. പുന്നപ്രയിലേക്കാണ് അവർ പോകുന്നത്. പുന്നപ്രയിൽ അവിടെ വിശദീകരണ യോഗമുണ്ട്. പാർട്ടിക്ക് എന്തുകൊണ്ട് സുധാകരൻ വിട്ടുപോയി എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ സുധാകരനെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല, അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ള കാര്യം വിശദീകരിക്കുക എന്നുള്ളതാണ്. അത് പൊതുമധ്യത്തിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ CPM ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ബാനർ അത് ഒരുപക്ഷെ ആലപ്പുഴയിലെ G. സുധാകരൻ എന്ന നേതാവ് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ 6 പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിനൊടുക്കം ഇതാ ഇങ്ങനെയൊരു ബാനർ കൂടി അദ്ദേഹത്തിനെതിരെ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ പിടിക്കുകയാണ്. വർഗവഞ്ചകന് മാപ്പില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വർഗവഞ്ചകനാണ് G. സുധാകരൻ എന്ന് മുദ്രകുത്തുകയാണ് അവിടെയുള്ള CPM-ന്റെ പ്രവർത്തകർ. അവർ മുദ്രാവാക്യം വിളിച്ച് നീങ്ങുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആ കൈകൾ ഉയർന്നത്, മുഷ്ടി ചുരുണ്ടത് ഇതിനു മുൻപ് G. സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലാവാം, G. സുധാകരൻ്റെ അവിടുത്തെ പ്രസംഗങ്ങൾ കേട്ടിരുന്നു കൊണ്ടാകാം. അതിപ്പോൾ നേരെ സുധാകരനെതിരെ തിരിയുകയാണ്. അപ്പോഴും CPM നേതൃത്വം സുധാകരനെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ പ്രകോപിപ്പിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സുധാകരൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉചിതമാകില്ല എന്നതുകൊണ്ട് തന്നെ അങ്ങനെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് എടുക്കുന്നുണ്ട്, CPM എടുത്തിട്ടുണ്ടെന്നാൽ.